ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗംഗ വീണ്ടും വീണ്ടും തെറ്റുകൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അമലുവിൻ്റെ മനസ്സിൽ വലിയൊരു ഇടം തന്നെയാണ് പിടിച്ചിട്ടുള്ളത്. അമലു ആണെങ്കിലും ഗംഗയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഗംഗയുടെ ചതികളൊക്കെ മനസ്സിലാക്കാതെ അവനെ ഒരുപാട് സ്നേഹിക്കുകയാണ്. എന്തായാലും മറ്റുള്ളവരുടെ മുൻപിൽ അവൾ തെറ്റുകൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ന്യായീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഭർത്താവാകാൻ പോകുന്ന വേലുവിനെ വരെ അവൾ കള്ളനാക്കി മാറ്റുകയാണ്. അവൻ്റെ ഭാഗത്താണ് തെറ്റ് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇവര് തെറ്റുകളൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. ഒരു കാടിനുള്ളിൽ ഒരു മരത്തിൻ്റെ പുറകിൽ നിന്ന് അവർ രണ്ടുപേരും ചുണ്ടോട് ചുണ്ട് ചേർത്ത് ഉമ്മം കൊടുക്കുന്ന കാഴ്ചയാണ് നമ്മുടെ വേലു കാണുന്നത്. അങ്ങനെ വേലു കലി തുള്ളി അവരുടെ അരികിലേക്ക് വന്ന് അവരെ രണ്ടുപേരെയും തല്ലാനൊക്കെ കൈ ഓങ്ങുമ്പോൾ അവിടെ ഇവനെ ഭരിച്ചുകൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ അമലു. എന്തായാലും മൂപ്പൻ്റെ ഭാര്യയോടും ഇവൻ ചെന്ന് പറയുന്നുണ്ടെങ്കിലും അവരത് വിശ്വസിക്കുന്നില്ല. സ്വന്തം മകളെ വിശ്വാസത്തിലെടുത്തിട്ട് ഇവനെ കുറ്റക്കാരനായി കാണുകയാണ്. അങ്ങനെ ഗംഗയ്ക്ക് പേടിയാവുന്നുണ്ട്. എന്തായാലും ഈ കാട്ടിൽ നിന്ന് ഇനി പോകേണ്ടി വരുമോ, എന്നെ ഈ കാട്ടിൽ നിന്ന് ഇവർ പുറത്താക്കോ, എന്തായാലും തനിക്ക് ഒരുപാട് ലക്ഷ്യങ്ങൾ സാധിച്ചെടുക്കാനുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതേ കാട്ടിൽ ഈ ഒളിത്താവളമായി ഇത് എടുക്കുകയും ചെയ്യാമെന്നൊക്കെയാണ് ഗംഗ ധരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവന് പേടിയാകുന്നുണ്ട്. പക്ഷെ എല്ലായിടത്തും ഗംഗയെ സംരക്ഷിക്കുന്നത് നമ്മുടെ അമലു തന്നെയാണ്. അതായത് അമലുവിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മുമ്പിൽ താനൊരു തെറ്റും ചെയ്തിട്ടില്ല. അദ്ദേഹം വീഴാൻ പോയപ്പോൾ ഞാൻ ചേർത്ത് പിടിച്ച കാഴ്ചയാണ് വേലു കണ്ടത്. പക്ഷെ അയാൾ പ്രശ്നം ഉണ്ടാക്കുകയായിരുന്നു അച്ഛ എന്നൊക്കെയാണ് പറയുന്നത്. വേലു പറയുന്നുണ്ട്, എന്തെങ്കിലും ആയിക്കോ, എനിക്ക് കുഴപ്പമില്ല, എന്തായാലും ഇനിയിപ്പോൾ എനിക്ക് വിവാഹം കഴിക്കേണ്ടി വരുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ നിന്നും കാട്ടുതേൻ നാട്ടിൽ കൊണ്ടുപോയിട്ട് പട്ടണത്തിൽ കൊണ്ടുപോയി വിൽക്കാൻ പോവുകയാണ്. എന്തായാലും അവിടെ എത്തുമ്പോൾ കിരണും അതുപോലെ തന്നെ ബൈജുവും രതീഷും കൂടി കാറിൽ അങ്ങനെ വരികയാണ്. അപ്പോൾ കിരണോടായിട്ട് രതീഷ് പറയുകയാണ്, വേലുവിനെ പറ്റി പറയുന്നുണ്ട്, ഇവൻ നല്ല തേനാണ് കൊണ്ടുവരിക, അങ്ങനെ ഉള്ള പരിചയമാണ്, വാ നമുക്കെന്നാ വാങ്ങിച്ചാലോ എന്നും പറഞ്ഞ് അവരവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവൻ്റെ കയ്യിൽ നിന്നും കാട്ടുതേനൊക്കെ വാങ്ങിക്കുന്നുണ്ട്. എന്തായാലും കഴിയാറായിട്ടാണ് ഇവരത് എത്തുന്നത്. അപ്പോൾ രതീഷ് പറയുന്നുണ്ട്, ഇനി എന്തായാലും കൊണ്ടുവരുമ്പോൾ നീ ഞങ്ങളെ ആദ്യം അറിയിക്കണം കേട്ടോ എന്ന് പറയുകയാണ്. മുഴുവനും ഞങ്ങൾ തന്നെ വാങ്ങിക്കോളാം എന്ന് പറയുന്നുണ്ട്. എന്തായാലും വേലുവിനെ നമ്മുടെ ഗംഗയുടെ ഒരു ചിത്രം കാണിച്ചു കൊടുക്കുകയാണ് കിരൺ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇയാളെ നീ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ, കാട്ടിലോട്ടെങ്ങാനും വന്നായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇല്ലല്ലോ, ഞാൻ കണ്ടിട്ടില്ല, വന്നിട്ടില്ലല്ലോ എന്ന് പറയുകയാണ്. എന്തായാലും വേലു വലിയൊരു കള്ളമാണ് പറയുന്നത്. മൂപ്പൻ്റെ വാക്കുകൾ ആ നേരത്ത് ഓർത്തു പോകുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരാളുള്ള കാര്യം നീ ആരോടും പറയരുത്, ഫോറസ്റ്റുകാരോടൊന്നും പറയരുത്, അത് നമ്മൾ അയാളെ കൊലയ്ക്ക് കൊടുക്കുന്നതിന് തുല്യമായി പോകും, ഇയാൾക്ക് ഒരുപാട് ശത്രുക്കളുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ആ സമയത്ത് ഓർത്തു പോകുന്നത്. എന്തായാലും നമുക്കൊരു സെൽഫി എടുത്താലോ എന്നും ചോദിച്ച് കിരൺ ഒരു ബുദ്ധിപൂർവ്വം അവൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വെക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വേലുവിനോട് പറയുന്നുണ്ട്, ഇനി എന്തായാലും വരുമ്പോൾ ഞങ്ങളെ വിളിക്കണം, പിന്നെ തന്നെയല്ല ഇങ്ങനെ ഒരാൾ അവിടെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ വരികയാണെങ്കിൽ ഞങ്ങളെ അറിയിക്കുകയും വേണം എന്നൊക്കെ പറഞ്ഞ് നല്ലൊരു സൗഹൃദം അവിടെ പങ്കുവെച്ചിട്ട് തന്നെയാണ് ഈ കിരണും അതുപോലെ രതീഷും ബൈജുവും കൂടി അവിടെ നിന്നും പോകുന്നത്. വേലുവിൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടന്ന് തിരമാല അടിക്കുന്നത് പോലെ ഇങ്ങനെ അടിക്കുകയാണ്. അവനെപ്പറ്റി പറഞ്ഞാൽ മതിയായിരുന്നു, എന്നാൽ അവൻ്റെ അഹങ്കാരത്തിന് ഒരു കുറവ് കിട്ടുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ മൂപ്പനോടൊക്കെ ചെയ്യുന്നൊരു തെറ്റായി പോലും ഇത്രയും നാളും തന്നെ എടുത്തു വളർത്തി ഇത്രയും വലുതാക്കിയ അദ്ദേഹത്തോടുള്ള ബഹുമാനം കൊണ്ട് മാത്രമാണ് വേലു അറിയാത്ത ഭാവത്തിൽ അവിടെ നിന്നും കാടിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത്. എന്തായാലും അവിടെ എത്തിയതിന് ശേഷം നമ്മുടെ വേലു മൂപ്പൻ്റെ ഭാര്യയോടൊക്കെ വിവരങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ ഇവൻ്റെ ഫോട്ടോ എനിക്ക് കാണിച്ചു തന്നായിരുന്നു, ഇവനെക്കുറിച്ച് അറിയോ എന്ന് ചോദിച്ചു. അവിടുത്തെ സാറുമാർ കുറച്ച് പേര് എൻ്റെ കയ്യിൽ നിന്ന് മുമ്പ് തേനൊക്കെ വാങ്ങിയിട്ടുള്ള ആൾക്കാരാണ് അവർ എന്നിങ്ങനെ പറയുന്ന സമയത്ത് എന്നിട്ട് നീ എന്ത് പറഞ്ഞു, അവനെ ഒറ്റിക്കൊടുത്തു എന്ന് ചോദിക്കുകയാണ്. ഇല്ല, ഞാനൊന്നും പറഞ്ഞില്ല എന്ന് പറയുന്നുണ്ട്. നീ ഒന്നും പറയണ്ട, ആ കുട്ടിയുടെ ശബ്ദം കൂടി തിരിച്ചു കിട്ടിയതിന് ശേഷം ആ കുട്ടി ഇവിടെ നിന്ന് പൊക്കോളും എന്ന് പറഞ്ഞങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും നമ്മുടെ വേലു നേരെ ചെന്നിട്ട് അമലുവിനോട് പറയുന്നുണ്ട്, എടി അവനുമായിട്ട് അധികം അടുക്കാൻ നിൽക്കണ്ട, കാരണം അവൻ നാട്ടിലുള്ള അവനെ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരൊക്കെ അവനെ തിരയുന്നുണ്ട്, അവൻ ഒരുപക്ഷെ എന്തെങ്കിലും കള്ളനോ കൊലപാതകയോ മറ്റോ ആയിരിക്കും, നീ അതുകൊണ്ട് അവനുമായിട്ട് കൂടുതൽ അടുക്കണ്ട എന്ന് പറയുമ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ അമലുവിന് ദേഷ്യം വരികയാണ്. അമല് പറയുന്നുണ്ട്,
എടോ തന്നെക്കാളും നല്ലതാ എന്തായാലും എൻ്റെ വിനായകേട്ടന് എനിക്ക് ഒരുപാട് ഇഷ്ടമാണെടോ, താൻ ഇല്ലാ കഥകളൊന്നും പറയണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വേലുവിനോട് അമലു വഴക്കുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കേട്ടിട്ട് ആരെന്തൊക്കെ പറഞ്ഞാലും അമലുവിൻ്റെ മനസ്സിലാട്ടോ ഒന്നും കയറുന്നില്ല. അതെന്തായാലും ഒരു ആപത്തിലേക്ക് തന്നെയാണ് നമ്മുടെ ഗംഗയുടെ ചതി. അവനിൽ നമ്മുടെ അമലു എന്തായാലും ചതിക്കപ്പെടും, അത് ഉറപ്പാണ്. അതിനുശേഷമാണെങ്കിൽ ഈ പറയുന്ന കിരൺ വേഗം ചെന്ന് വീട്ടിലോട്ട് ചെന്നിട്ട് കല്യാണിയോട് വിവരം പറയുന്നുണ്ട്. ഞങ്ങളിങ്ങനെ ഒരാളെ കണ്ടായിരുന്നു, പക്ഷേ അവൻ പറഞ്ഞ സ്ഥലം വെച്ച് നോക്കുകയാണെങ്കിൽ ഗംഗയെ തല്ലി ചതച്ചിട്ടൊരു സ്ഥലമുണ്ടല്ലോ, ആ ഭാഗത്താണ് ഇവർ പറയുന്ന വീടൊക്കെ. എന്തായാലും അവൻ്റെ ഒരു ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് വേലുവിൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ എന്തായാലും അവിടെ പോയിട്ട് അന്വേഷിക്കാം, ഇവനോട് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം, അവിടെ വരെ ഒന്ന് പോകാമെന്ന് പറയുകയാണ്. അപ്പോൾ തന്നെ ലക്ഷ്മിയമ്മ പറയുന്നുണ്ട്, അത് ശരിയാണ് മോൻ അവനെ കൊന്നു എന്ന് പറയുന്നല്ലാതെ അവൻ മരിച്ചു എന്ന് നമുക്ക് ഉറപ്പിക്കാനൊന്നും പറ്റില്ലല്ലോ, അവൻ്റെ മൃതദേഹമൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അപ്പം അതുകൊണ്ട് കല്യാണിയാണെങ്കിൽ പല പ്രാവശ്യം സ്വപ്നം കാണുന്നുണ്ട്, അതുകൊണ്ട് അന്ന് അവിടം വരെ പോകുന്നത് നന്നായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ലക്ഷ്മി അമ്മയും പറഞ്ഞു കൊടുക്കുകയാണ്. എന്തായാലും അതായത് കിരണും അതുപോലെ ബൈജുവും രതീഷും കൂടിയിട്ട് ആ കാട്ടിലോട്ട് പോകാൻ തന്നെ തീരുമാനിക്കുകയാണ്. അതുപോലെ തന്നെ അമലു തന്നെ വിശ്വസിച്ചിരിക്കുന്ന ആ ഒരു സന്തോഷം, എന്തായാലും രക്ഷപ്പെട്ടു എന്നൊരു ആശ്വാസത്തിൽ ഗംഗയും ഇരിക്കുന്നുണ്ട്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും എതിർത്തിട്ടും ഒന്നും അമലു ഗംഗയുമായിട്ടുള്ള അടുപ്പം കുറയ്ക്കുന്നില്ല. അവർ പിന്നെയും അവർ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ആരും കാണാത്തൊരു സ്ഥലത്ത് നിന്ന് അവർ പരസ്പരം കെട്ടിപ്പിടിക്കുകയും അങ്ങനെ അമലുവിന് ശരിക്കും ഈ ഗംഗയുടെ കയ്യിൽ നിന്ന് അബദ്ധം പറ്റുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും തന്നെ ഈ നാട്ടിൽ നിന്ന് കൊണ്ടുപോകും, തന്നെ വിവാഹം കഴിക്കും എന്നൊക്കെയാണ് അമലുവിൻ്റെ ധാരണ. അത് പിന്നീട് എന്തായാലും തെറ്റായിപ്പോയി, താൻ കാരണം തൻ്റെ ജീവിതം തന്നെ നശിച്ചു പോയി എന്ന് അമലുവിന് പിന്നീട് മനസ്സിലാവുകയും ചെയ്യും. എന്തായാലും ക്രിസ്മസ് ആവാൻ കാത്തിരിക്കുകയാണ് നമ്മുടെ ഗംഗ. ക്രിസ്മസിൻ്റെ അവസരം പുറത്തേക്ക് കടക്കുകയും ഒരു ക്രിസ്മസ് പാപ്പയുടെ വേഷത്തിൽ ലക്ഷ്മിയമ്മയുടെ വീടിൻ്റെ മുന്നിലെത്തുമ്പോൾ ഒരു കത്തി കയ്യിലെടുത്ത് കറക്കി നേരെ ലക്ഷ്മിയമ്മയുടെ അരികിലേക്ക് ചെല്ലുകയും ലക്ഷ്മിയമ്മയെ കുത്താൻ ആയുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും അങ്ങനെയൊക്കെ ഒരു ഭാഗത്തിന് വേണ്ടി, അങ്ങനെ ഒരു സാഹചര്യത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഗംഗ. ഇവിടെ കിരണാണെങ്കിൽ കിട്ടിയ അവസരം പല പ്രാവശ്യം നഷ്ടപ്പെടുത്തിയിട്ട് അതിപ്പോൾ ഏറ്റവും വലിയ തലവേദനയായിരിക്കുകയാണ്. കിരണും ചന്ദ്രസേനൊക്കെ പലപ്പോഴും പല വീമ്പും ഞങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്ന് പറയുകയല്ലാതെ ഈ ഗംഗ എന്ന് പറയുന്നവനെ അവൻ്റെ ജീവൻ എടുക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. അവൻ മരിച്ചു എന്നൊരു വിശ്വാസത്തിൽ മറ്റുള്ളവർ ഇരിക്കുകയാണ്. കൂടുതൽ അപകടത്തിലേക്കാണ് കിരണിൻ്റെ ഈ വാക്കുകളും പ്രവർത്തികളൊക്കെ എത്തിക്കുന്നത്. അത് പിന്നീട് അവർക്ക് മനസ്സിലാവുകയും കിരണിനെ എന്തായാലും എല്ലാവരും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അന്ന് ആ അവസരം മുതലാക്കാതെ അവനെ കൊല്ലാതെ വിട്ടതിന് അങ്ങനെ എല്ലാവരും കുറ്റപ്പെടുത്തുന്ന ഭാഗമൊക്കെയാണ് വരാൻ പോകുന്നത്. എന്തായാലും ഗംഗയുടെ ചതികൾ ഉടനെ തന്നെ മൂപ്പനും അവിടെയുള്ള എല്ലാവരും അറിയുന്നുണ്ട്. എന്തായാലും കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്